നമസ്കാരം. താടേ ന്യൂസിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്ന സുപ്രധാന പ്രഖ്യാപനവുമായി തമിഴ്നാട് സർക്കാർ. വിജയ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ കേരളം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. നിലവിലുള്ള കരാറുകൾ, ട്രൈബ്യൂണൽ വിധികൾ, നീതിന്യായ നിർദ്ദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി എൻ മേരി വിൽസൺ ബജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചിരുന്നു. അന്തർ സംസ്ഥാന നദീജല പങ്കുവയ്ക്കലിൽ തമിഴ്നാടിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ദീർഘകാല ജലസുരക്ഷയും കർഷകരുടെ ക്ഷേമവും ഉറപ്പാക്കാൻ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. ആനമലയാർ, നല്ലൂർ അണക്കെട്ട് പദ്ധതികളും ഗോദാവരി, കാവേരി നദീബന്ധന പദ്ധതിയും ഇതോടൊപ്പം പരാമർശിച്ചിട്ടുണ്ട്. അണക്കെട്ടിന്റെ സുരക്ഷ മുൻനിർത്തി ജലനിരപ്പ് ഉയർത്തുന്നതിനെ കേരളം തുടക്കം മുതൽ എതിർക്കുകയാണ്. പഴക്കമേറിയ അണക്കെട്ടിന് പകരം പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. അതേസമയം ആവശ്യമായ ബലപ്പെടുത്തൽ നടപടികൾ പൂർത്തിയാക്കിയതിനാൽ അണക്കെട്ട് സുരക്ഷിതമാണെന്നും ജലനിരപ്പ് ഉയർത്താൻ നിയമപരമായ അവകാശമുണ്ടെന്നുമാണ് തമിഴ്നാടിന്റെ വാദം. തമിഴ്നാടിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. ഒരു കാരണവശാലും ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ലെന്നും ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.